വിലയില്ലാത്ത കാലത്ത് ഉള്ളിവില എന്തുകൊണ്ട് കിലോയ്ക്ക് 100 രൂപയ്ക്കടുത്തെത്തി? അതിന് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തിരഞ്ഞെടുപ്പുമായി ഉള്ളിവിലയെ ബന്ധിപ്പിക്കാൻ അസാധാരണമായ നീക്കങ്ങൾ എന്തെങ്കിലും നടന്നോ? ഇന്ത്യൻ ജനാധിപത്യത്തിലും ഭരണ സംവിധാനത്തിലും നടക്കുന്ന അത്യന്തം ഹീനമായ ചില നീക്കങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. ഭയന്നിട്ടെന്നതുപോലെ ദേശീയ മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത ആ വിവരങ്ങളാണ് ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. 1 കിലോ സവാളയ്ക്ക് പത്തനംതിട്ടയിലും കൊല്ലത്തും ചില്ലറ വിൽപ്പന വില 90 രൂപ. വയനാട്ടിലും ഇടുക്കിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും 85, കോട്ടയത്തും തൃശൂരും ആലപ്പുഴയിലും വില 80. ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്കിൽ ഇപ്പോഴത്തെ ചില്ലറ വിൽപ്പന വിലയാണിത്. 2 മാസം മുൻപ് സെപ്റ്റംബറിലെ ഓണക്കാലത്ത് ഇത് 38 രൂപ മുതൽ 46 രൂപ വരെ മാത്രമായിരുന്നു. 2 മാസം കൊണ്ട് ഇങ്ങനെ വില കയറാൻ എന്തത്യാഹിതമാണ് സംഭവിച്ചത്? മുൻ വർഷങ്ങളിലൊക്കെ വില കയറിയിരുന്നത് ഓഫ് സീസണുകളിലായിരുന്നു. ഒക്ടോബറിലെ വിളവ് വിപണിയിൽ വരേണ്ട ഇക്കാലത്ത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിലക്കയറ്റമുണ്ടായത്? അത്യന്തം ദുരൂഹമായ ചില നീക്കങ്ങളാണ് അതിനുള്ള കാരണം എന്നതാണ് ഉത്തരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലെ ഉള്ളി ബെൽറ്റിൽ 6 ലോക്സഭാ സീറ്റുകൾ: ദിംഡോരി, നാസിക്, ബീഡ്, ഔറംഗാബാദ്, അഹമ്മദ് നഗർ, ദുലെ. ഈ 6-ൽ 5ഇടത്തും NDA പരാജയപ്പെട്ടു. അതിന് ഒരൊറ്റ കാരണമായിരുന്നു ഉള്ളിക്ക് വിലയില്ലാതിരുന്നു എന്നുള്ളത്. രാജ്യത്തെ ഉള്ളി ഉൽപാദനത്തിന്റെ 34%, അതായത് 1/3 നടക്കുന്നത് ഈ 6 ലോക്സഭാ സീറ്റിന് കീഴിൽ വരുന്ന പ്രദേശത്താണ്. ഉള്ളി കർഷകരുടെ പ്രതിഷേധത്തിനു കാരണം ഡിസംബറിൽ കേന്ദ്ര സർക്കാർ ചെയ്ത ഒരൊറ്റ നീക്കമായിരുന്നു. അത് ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചു എന്നുള്ളതാണ്. ഇതോടെ ഉള്ളി മുഴുവൻ പ്രാദേശിക വിപണിയിൽ വിൽക്കേണ്ട നില വന്നു. ഏതായാലും സാധാരണ ഉള്ളി വില 50-ന് മുകളിലെത്തുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോലും 20 രൂപയ്ക്ക് വരെ രാജ്യമെങ്ങും ഉള്ളി എത്തി. ഉള്ളി കർഷകർക്കൊഴികെ മറ്റാർക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ BJPക്ക് അതിന് വലിയ വില നൽകേണ്ടി വന്നു. പങ്കജ് മുണ്ടയും സുജയ് പാട്ടീലും ഉൾപ്പെടെയുള്ള സ്റ്റാർ നേതാക്കൾക്കാണ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു തോൽവി ഉൾക്കൊള്ളാൻ നേതൃത്വത്തിനാകുമായിരുന്നില്ല. മഹാരാഷ്ട്രയിലെ ഈ ഉള്ളി ബെൽറ്റിലുള്ളത് 47 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഉള്ളിക്ക് വിലയില്ലെങ്കിൽ ഈ 47-ഉം NDA സഖ്യത്തിന് കിട്ടാനിടയില്ല. 288 അംഗ നിയമസഭയിൽ ഈ 47 സീറ്റിൽ ഭൂരിപക്ഷവും ജയിച്ചിരുന്നത് BJP ആണ്. ഗോപിനാഥ് മുണ്ടയുടെ സ്വാധീന മേഖലകളായിരുന്നു ഇതെല്ലാം. ഇത് തിരിച്ചുകിട്ടാൻ ഉള്ളിക്ക് വിലയുണ്ടാകണം, കർഷകർക്ക് നേട്ടമുണ്ടാകണം. അതിനായി ആദ്യം കയറ്റുമതി നിരോധനം പിൻവലിച്ച് ഉത്തരവിറക്കി. ഇതോടെ വിപണി തുറന്നു. പിറ്റേന്ന് മറ്റൊരു ഉത്തരവ് കൂടി പുറത്തു വന്നു. ടണ്ണിന് $550 കയറ്റുമതി താങ്ങുവിലയും പ്രഖ്യാപിച്ചു. ഏകദേശം 45,000 രൂപയിലേറെ, അതായത് കിലോയ്ക്ക് 45 രൂപയിൽ കുറഞ്ഞ തുകയ്ക്ക് കയറ്റുമതി നടക്കില്ല. ഇത് ശരിക്കും കയറ്റുമതി വിപണിയെ അല്ല ബാധിച്ചത്. കയറ്റുമതി സാധാരണ ഈ വിലയ്ക്കാണ് നടക്കാറുള്ളതും. ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് രാജ്യാന്തര വിപണിയിൽ ഉള്ളി ലഭ്യവുമല്ല. ആഭ്യന്തര വിപണിയിലും കിൻഡലിന് 450 രൂപ, അഥവാ കിലോയ്ക്ക് 45 രൂപ ഇല്ലാതെ ലഭ്യമല്ല എന്ന നില വന്നു. ആ വിലയ്ക്ക് കയറ്റുമതി നടക്കുമ്പോൾ അതിൽ കുറഞ്ഞ വിലയ്ക്ക് ആഭ്യന്തര വിപണിയിൽ ആരും വിറ്റഴിക്കില്ലല്ലോ. അതാണ് വിപണിയിൽ സംഭവിച്ചത്. എങ്കിലും ആ തുക എങ്ങനെ 80 മുതൽ 100 രൂപ വരെയുള്ള ചില്ലറ വിൽപ്പനയായി മാറി എന്നുള്ളതാണ് വലിയ ചോദ്യം. മൊത്ത വിലയുടെ ഇരട്ടി തുകയായി ചില്ലറ വിൽപ്പന വില വരാൻ ഇത് വെള്ളരിക്കാപട്ടണമാണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉള്ളിച്ചന്ത മഹാരാഷ്ട്രയിലെ ലാസൽഗാവാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ദിവസം 1000 ടൺ വരെ ഉള്ളിയാണ്. ഇപ്പോൾ വരുന്നത് 250 ടൺ മാത്രവും. ഇങ്ങനെ വരവ് കുറയുന്നത് കൊണ്ടാണ് ചില്ലറ വിൽപ്പന വില 80 മുതൽ 100 രൂപ വരെ ആയത്. എന്തുകൊണ്ട് വരവ് കുറഞ്ഞു? ശരിക്കുള്ള കണക്കെടുത്താൽ ഉള്ളി ഏറ്റവും കൂടുതൽ വരേണ്ട ഒരു സമയമാണിത്. ഉള്ളിക്ക് 3 വിളവാണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഇപ്പോഴത്തേത് ഖാരിഫാണ്. അത് ജൂണിൽ വിതച്ച് ഒക്ടോബറിൽ വിളവെടുക്കും. ഒക്ടോബറിൽ വിളവെടുത്തിട്ടും ഉള്ളി വരവ് എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ദുരൂഹതയും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് 3.82 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് ഇത്തവണ ഉള്ളിയുടെ ഖാരിഫ് വിള.
കഴിഞ്ഞ വർഷം ഇത് 2.85 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് മാത്രമായിരുന്നു. ഏകദേശം 1 ലക്ഷത്തോളം ഹെക്ടർ അധിക സ്ഥലത്ത് കൃഷി ഇറക്കിയിട്ടും ഉള്ളി ചന്തയിലെത്താത്തതിന് ഒരൊറ്റ കാരണമേയുള്ളൂ: ഇടനിലക്കാർ അത് വച്ച് താമസിപ്പിക്കുന്നു എന്നുള്ളത്. 10 ദിവസം കഴിഞ്ഞേ അത് വിപണിയിലെത്തുകയുള്ളൂ. 10 ദിവസം എന്നാൽ നവംബർ 20 കഴിഞ്ഞ് എന്നാണ് അർത്ഥം. അതായത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ആ ദിവസമാണ്. അത് കഴിഞ്ഞ് ഒന്നിച്ച് ഈ ഉള്ളി വിപണിയിലെത്തിയാൽ വില ഇടിയില്ലേ? അപ്പോൾ ഇത് കൈവശം വച്ചിരിക്കുന്നവർക്ക് വലിയ നഷ്ടം വരില്ലേ? സ്വാഭാവിക ചോദ്യങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്ര കോടികളാണ് ചെലവഴിക്കുന്നത്? അതിന്റെ 10-1 മാത്രമാണ് ഇത്രയും ഉള്ളി സംഭരിച്ച് കയ്യിൽ വയ്ക്കാൻ ചില വ്യവസായികൾ മുടക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത് 47 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ വ്യവസായ സംസ്ഥാനത്തിന്റെ ഭരണം കൂടിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഖാരിഫ് വിളവെടുപ്പ് കാലത്ത് ഉള്ളിയുടെ വില ഇങ്ങനെ ഉയർന്നിട്ടില്ല. ഇത്തവണ അത് ഉയരാൻ കാരണമായത് കയറ്റുമതി നിരോധനം നീക്കിയതും കയറ്റുമതിക്ക് താങ്ങുവില പ്രഖ്യാപിച്ചതുമാണ്. അങ്ങനെയെങ്കിൽ കർഷകർക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടാകില്ലേ? മഹാരാഷ്ട്രയിലെ കർഷകർക്ക് താൽക്കാലിക നേട്ടമുണ്ട് എന്നുള്ളൊരു കാര്യം ശരിയാണ്. പക്ഷേ വിപണിയിലേക്ക് പിടിച്ചു വച്ചതൊക്കെ എത്തുന്നതോടെ വില വീണ്ടും കുത്തനെ ഇടിയും. അത് ബാധിക്കുന്നത് ലേറ്റ് ഖാരിഫ് എന്നറിയപ്പെടുന്ന ഡിസംബറിലെ വിളവെടുപ്പിനെയാണ്. 1 ലക്ഷം ഹെക്ടറിലേറെ സ്ഥലത്താണ് ഖാരിഫ് വിളവ്. അപ്പോ എല്ലാ വർഷവും എന്നതുപോലെ കിട്ടാൻ പോകുന്നത് 5-10 രൂപയ്ക്കായിരിക്കുമെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കയറ്റുമതി തടഞ്ഞ് കർഷകരെ കഷ്ടത്തിലാക്കി രാജ്യമെങ്ങും വില കുറയ്ക്കുക. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കയറ്റുമതി അനുവദിച്ച് കർഷകരെ സഹായിക്കുക. അതുവഴി രാജ്യമെങ്ങും വില കൂടിയാലും തരക്കേടില്ല എന്ന് ചിന്തിക്കുക. ശരിക്കും ഉള്ളി കയറ്റുമതി ലോക വ്യാപാര കരാർ അനുസരിച്ച് നിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ചെയ്യുന്നത് കിലോയ്ക്ക് 85 രൂപയിൽ കുറഞ്ഞ് കയറ്റുമതി പാടില്ല എന്ന് ഉത്തരവിടുകയാണ്. ആ വിലയ്ക്ക് ഒരു രാജ്യവും വാങ്ങില്ല. കയറ്റുമതി നടക്കണമെന്ന് തോന്നുമ്പോൾ ഈ വില കുറയ്ക്കുകയുമാണ് ചെയ്യുക. നമ്മുടെ രാഷ്ട്രീയത്തിലെ കള്ളക്കളികൾ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല വിപണിയിലും പ്രതിഫലിക്കുന്നത് എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോഴത്തെ ഉള്ളിവില. ഉള്ളിക്ക് മാത്രമല്ല, തക്കാളിക്കും കൂടിയതൊക്കെ നവംബർ 20 ശേഷം കുറയും എന്ന ആശ്വാസവാക്കോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.